Hi friends, welcome to Garam Masala, the magic spices of cooking. പപ്പായ തോരൻ. ഇന്ന് നമുക്ക് ഹെൽത്തിയും ടേസ്റ്റിയുമായ പപ്പായ തോരൻ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് പപ്പായ എടുക്കണം. പപ്പായ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. 2 കപ്പ് പപ്പായയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ ഒരു മൺചട്ടിയിലോട്ട് മാറ്റാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ പപ്പായ ഒരുപാട് വെന്ത് പോകരുത്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി 1/2 കപ്പ് തേങ്ങ, 5-6 കാന്താരി മുളക്, 3 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് കറിവേപ്പില ഇവയെ നമുക്കൊരു മിക്സിയിലോട്ടെടുത്ത് നന്നായി ക്രഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ പപ്പായയും വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ കുക്കായാൽ മതി. ഈ പപ്പായയെ മാഷ് ചെയ്യരുത്. ഇനി നമുക്ക് വറവ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഒരു പാനിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. 3 വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ചേർക്കാം. നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കണം. ഇതിനെ ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർക്കാം. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പപ്പായ ചേർത്ത് കൊടുക്കണം. നമുക്ക് ഈ പപ്പായയെ തേങ്ങയുടെ അരപ്പുമായി നന്നായി മിക്സ് ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് കൂടെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആവശ്യമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായ പപ്പായ തോരൻ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂട് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.